നീ ഇതിന്റെ ഉള്ളിലല്ല ഏത് ബഹറിന്റെ ഉള്ളിലാണെങ്കിലും അംസക്കോയ കണ്ടുപിടിക്കും. ഇറങ്ങി വാടാ തൊരപ്പാ. എന്റെ അനിയത്തി വന്നത് നിനക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ലല്ലേ? ഇഷ്ടമല്ലെന്ന് പറയണം. പറയുന്നേ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പറയരുത്. നിങ്ങൾ അനാവശ്യം പറയരുത്. ഞാൻ അനാവശ്യം പറയുന്നില്ല. പകരം മറ്റൊരു കാര്യം ചെയ്യാനാ പോന്നെ. അശനെ കാര്യം എന്താണെന്ന് പറഞ്ഞില്ല. ചോദ്യം ചോദിച്ച ഒറ്റ തൊഴി വെച്ച് തരും. സ്രാങ്ക് കാണിക്കും. അപ്പ കണ്ടാ മതി. എന്നാ ഒന്ന് കാണിക്ക് സ്രാങ്ക്. അതെന്താണെന്ന് നിനക്കറിയണ്ടേ? എല്ലാവരും കണ്ടോടാ. നീ എന്തിനാ എന്നെ അടിച്ചേ? ആരാ ഇവിടെ സിമ്പിൾ അടിച്ചേ? കഥാപ്രസംഗം ഉണ്ടോ? ഇപ്പൊ എന്താ ഉണ്ടായേ? എന്തിനാ ആളുകൾ പടക്കം പൊട്ടിച്ചേ? ഇന്ന് വിഷുവാ. ഇതേതാ സ്ഥലം? നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഒന്നെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ, രണ്ടിൽ ഒരാൾ മതി ഈ വീട്ടില്. പോയിക്കോളൂ. ഓ സന്തോഷമായി. അതല്ല വിടടി, എന്നെ വിട. ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? പോകുന്നെങ്കി നീയേ പോ. എന്തിനാന്നറിയോ? അമ്മായിക്ക് പാലില് വിഷം കൊടുത്തേനെ. എനിക്കേ എന്റെ ജീവനും കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തിയാ മതി. നീയും നിന്റെ അമ്മയും ചേർന്ന് വിഷം കലർത്തിയ പാല് ഞങ്ങളൊക്കെ സംശയിച്ചതുപോലെ തന്നെ കുടിക്കേണ്ടത് ഞാനായിരുന്നു. എന്നിട്ട് പക്ഷെ അത് വഴിമാറിപ്പോയി. ആ പാല് കുടിച്ചത് അമ്മായിയാ. നിനക്ക് എന്തിനാ പശു പഴം? തോല് തിന്നാ പോരെ. എന്നാലും അർഹതപ്പെട്ടവന്റെ ഓരോരുത്തർക്കും തിന്നാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തോല് നിനക്ക് പഴം കിട്ടും. ചെറിയ ചെറിയ വികൃതികളൊക്കെ കാണിക്കുന്നത് എന്തിനാന്നറിയോ? തല്ലാനാണെങ്കിലും കണ്ണേട്ടനൊന്ന് എന്റെ അടുത്ത് വരുമല്ലോ. ദേഷ്യപ്പെട്ടിട്ടാണെങ്കിലും എന്റെ അടുത്ത് രണ്ടു വാക്ക് മിണ്ടുമല്ലോ. സന്തോഷായി.